വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പ്രൗഢി. പരിണയ ബ്രൈഡൽ കളക്ഷൻസ്, സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തലം മൊബൈൽ വെറ്റിനറി ആംബുലൻസ് യൂണിറ്റ് നിലവിൽ വന്നതിന് ശേഷം രാത്രിയിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാർ ഇരുട്ടടി എന്ന വണ്ണം ഞെട്ടിനിൽപ്പാണ്. ചികിത്സയ്ക്കായി മൃഗങ്ങളെ ടേബിളിൽ ഒന്ന് ഇരുത്തണമെങ്കിൽ പോലും 400 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നു. സർക്കാർ വെറ്റിനറി ആശുപത്രികളിൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ കാണിക്കുവാനായി സാധാരണക്കാർ എത്തുമ്പോൾ ഇത്തരത്തിൽ ചികിത്സാ ചെലവ് രാത്രിയിൽ അവരെ നട്ടം തിരിക്കുകയാണെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വളർത്തുനായയുമായി ചികിത്സയ്ക്കെത്തിയ വലമ്പിരിമംഗലം സ്വദേശി ഹോസ്പിറ്റലിന് മുന്നിൽ പ്രതിഷേധമായി കുത്തിയിരുന്നു. ഇതിന് കാണിക്ക കൊടുന്നപ്പോൾ അവർ പറഞ്ഞു 450 റുപ്യ തരാണ്ട് നോക്കാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ എന്തിനാ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടി പൈസ, അതിൻ്റെ ആവശ്യമില്ല. ഇത് മൃഗങ്ങളാണ്, നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അടക്കം പൈസ കൊടുക്കില്ല ഗവൺമെൻറ്റിൽ, ഇല്ലല്ലോ. 5 റുപ്യ കൊടുക്കുള്ളൂ. ഇവിടെ 450 റുപ്യ ആണെങ്കിൽ മാത്രമേ ഇതിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കണേ. ഇതിന് തീരുമാനം ഉണ്ടാക്കണേ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ ഗേറ്റിന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങളുടെ ചെറിയൊരു ഡോഗിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചെറിയൊരു ഇച്ചിങ് ഇങ്ങനെ 2-3 ദിവസമായിട്ട് കാണാണ്ട്, അപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് 475 രൂപ അടച്ചാലാണ് ടേബിൾ ബിൽ ഇതിനെ ഡോഗിനെ വെക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ വരുന്നത് നമുക്ക് പൈസ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണിത്. നമ്മളിപ്പോൾ ഒരു 2 മാസം മുന്നേ വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു ഡോഗിനെ കൊടുന്നു. നമ്മൾ ഡെയിലി വന്ന് ഇഞ്ചക്ഷൻ ചെയ്തിട്ടും പിന്നെ ഗ്ലൂക്കോസ് കയറ്റിയിട്ടൊക്കെ പോയത്. അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഞങ്ങൾ തന്നെ വന്ന് അവർ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ന്യായമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റിസ്കിലാണ് നമ്മൾ ഡോഗിനെയും കൊണ്ട് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ അവർ പൈസ വാങ്ങുക എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇതിനുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ അപ്പോൾ അതിനൊരു തീരുമാനം എന്താ വെച്ചാൽ ഉണ്ടാക്കി തരിക. കഴിഞ്ഞ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ ഈ രീതി എടുത്തു മാറ്റാമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും നടപടികൾ ഒന്നും ആയിട്ടില്ല. വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നതിനായി 950 രൂപ ഈടാക്കുന്നുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്കായുള്ള സർക്കാർ ആശുപത്രികളിലും ഇത്തരം കഴുത്തറുപ്പൻ രീതികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുമെന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു. അയാളുടെ ചെറിയൊരു നായ്ക്കുട്ടിയെ നമ്മുടെ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ നമ്മൾ നല്ല ആഗ്രഹിച്ച് വന്ന ഒരു പദ്ധതിയാണ് മൊബൈൽ യൂണിറ്റ്. പക്ഷേ അത് വന്നതോടുകൂടി ഇത്തരം ചെറിയ നായ്ക്കൾക്കും അതുപോലെ ആടുകൾക്കും പശുക്കൾക്കെല്ലാം ഉണ്ടാകുന്നത് വലിയൊരു തുകയാണ് അവർ ഈടാക്കുന്നത്. ഇത് കഴിഞ്ഞ തവണയുള്ള കമ്മിറ്റിയിൽ നമ്മളത് ചർച്ച ചെയ്തപ്പോൾ അവരത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അതൊരു ഒഴിവാക്കൽ നടപടിക്ക് പോയിട്ടില്ല. ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഇങ്ങനൊരു പദ്ധതി, അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അത് മാറി വന്നിട്ടില്ല. ഇങ്ങനൊരു മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് 475 രൂപ ഹോസ്പിറ്റലിൽ വന്നാലും 950 രൂപ വീട്ടിൽ പോയി ചികിത്സിക്കുന്നതിനും ഈടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ജനങ്ങൾക്ക്, ഇവിടുത്തെ ശ്രീകൃഷ്ണപുരത്തെ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഇരുട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒഴിവാക്കി തരണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നല്ല ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായിട്ട് കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകും. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളാണ് QR കോഡ് സ്കാൻ ചെയ്ത് അടയ്ക്കേണ്ടത്. അത് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കല്ല, മറിച്ച് മൃഗസംരക്ഷണ വകുപ്പിലേക്കാണ് എത്തുന്നത്. രാത്രികാലങ്ങളിൽ അടിയന്തരമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയതുമാണ്. കൂടാതെ പകൽ സമയങ്ങളിൽ ഓമന മൃഗങ്ങൾക്കായി ചികിത്സ ആശുപത്രികളിൽ സൗജന്യമായി ലഭിക്കുമെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ ആശ മെറീന കുര്യാക്കോസ് പറഞ്ഞു. ആദ്യത്തെ ഘട്ടത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് LH&DC എന്നുള്ള ഒരു രീതിയിലുള്ള MVU 1.0 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് പാലക്കാട് ജില്ലയ്ക്ക് 2 ബ്ലോക്കുകളിലാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ RKI റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് MVU 2.0 എന്ന യൂണിറ്റ് നമ്മുടെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. ഇതിലാകെ ചിറ്റൂർ, ആലത്തൂർ, മലമ്പുഴ, ശ്രീകൃഷ്ണപുരം 4 ബ്ലോക്കുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇതുള്ളത്. എന്നാൽ ഇനിയും ബാക്കിയുള്ള 7 ബ്ലോക്കുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. MVU 2.0യിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കുകളാണ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് കർഷകർ അടയ്ക്കേണ്ടത്. അത് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കല്ല പോകുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്.
അത് രാത്രി കാലങ്ങളിൽ അടിയന്തരമായിട്ട് വരുന്ന ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഓമന മൃഗങ്ങൾക്ക് അത്യാവശ്യമല്ലാത്ത ചികിത്സകൾ പകൽ സമയത്ത് മൃഗാശുപത്രിയിൽ വന്നാൽ സൗജന്യമായി നൽകുന്നതുമാണ്. മെയ് മാസത്തോടെ ഉദ്ഘാടനം ചെയ്ത മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് വരുന്നതിന് മുമ്പ് രാത്രികാല സൗജന്യ സേവനങ്ങൾ നടന്നു പോന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ MVU എത്തിയതിനു ശേഷം സൗജന്യ രാത്രികാല ചികിത്സാ സേവനങ്ങൾ സർക്കാർ തന്നെ നിർത്തലാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ്സിഡി നിരക്കിലുള്ള മരുന്നുകൾ രാത്രികാലങ്ങളിൽ അടിയന്തര ചികിത്സാ ചെലവ് നൽകി തന്നെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നത്. അത് വീട്ടുപടിക്കൽ ചികിത്സയ്ക്കായി എത്തുന്നതിനാൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്ത പ്രചരിക്കുന്നതെന്നും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക പറഞ്ഞു. നമ്മുടെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല മൊബൈൽ ആംബുലൻസ് വെറ്റിനറി യൂണിറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി സാധാരണ ഒരു കുടുംബം വരികയും അവർക്ക് പേയ്മെൻറ്റ് പറഞ്ഞപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ചില വിഷയങ്ങൾ ഉണ്ടായതിൻ്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇത് വിശദീകരണം നടത്തുന്നത്. നമ്മുടെ മെയ് മാസം 12-ാം തീയതിയാണ് മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിനു മുന്നേ നമ്മളുടെ രാത്രികാല സേവനങ്ങളുണ്ടായിരുന്നു. അതും നമ്മുടെ സർക്കാരിൻ്റെ രാത്രികാല സൗജന്യ സേവനമായിരുന്നു. നമുക്ക് ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് 2 ബ്ലോക്കുകളിലാണ് ആദ്യം വന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ 5 ബ്ലോക്കുകളിൽ പാലക്കാട് ജില്ലയിൽ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് അനുവദിക്കുകയും അത് ബ്ലോക്ക് തലമാണ്. അത് അനുവദിച്ചതിനെ തുടർന്ന് നമ്മുടെ മുൻപുള്ള രാത്രികാല സേവനം ആ ഒരു പദ്ധതി നമുക്ക് സർക്കാർ തന്നെ നിർത്തലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അന്ന് നമ്മൾ മൊബൈൽ ആംബുലൻസ് യൂണിറ്റിൻ്റെ NVU അടക്കമുള്ള ഓർഡറുകളിലൊക്കെ നമ്മുടെ പെയ്ഡായിട്ടുള്ള ചികിത്സയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സബ്സിഡി നിരക്കിലുള്ള മരുന്നുകളുമാണ്. ഡോക്ടറുടെയും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിലേക്കാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത്. പക്ഷേ അത് സൗജന്യമായ നിരക്കാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ മൃഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള എമൗണ്ടാണ്. അപ്പോൾ അടിയന്തര സാഹചര്യത്തിലാണ് നമ്മൾ രാത്രി, കാരണം ഒരു പശുവിൻ്റെ പ്രസവം അനുബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ പ്രശ്നമായ അത്രയും അടിയന്തര ഘട്ടത്തിലാണ് നമ്മളുടെ രാത്രികാല സേവനം വീട്ടുപടിക്കലിൽ എത്തിക്കുക എന്ന സർക്കാരിൻ്റെ തീരുമാനം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അത് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായും നമ്മളുടെ ഏത് ജീവിയായാലും അവരുടെ അടിയന്തര കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒരു ഡോക്ടറും വാഹനത്തിൻ്റെ ഡ്രൈവറും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഡോക്ടർക്കെതിരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാളവിക ഡോക്ടർ ഇന്ന് പ്രസിഡന്റിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കാനും എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ്. കാരണം ഒരു പശുവിന് വയ്യാതെയുമ്പോൾ കർഷകർക്ക് അറിയാം ഇവിടെ എവിടെയും ഡോക്ടർ ഇല്ലാത്ത സാഹചര്യത്തിൽ മണ്ണാർക്കാടോ അല്ലെങ്കിൽ പാലക്കാടോ പട്ടാമ്പിയൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായ സൗജന്യ നിരക്കിലാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്തി പോകുന്നത്. ബ്ലോക്ക് തലത്തിലുള്ള 6 പഞ്ചായത്തുകളും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സർക്കാരിൻ്റെ പോളിസി ആയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള 7 ബ്ലോക്കുകളിലും ഈ വർഷം തന്നെ സർക്കാർ ഈ പദ്ധതി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റെല്ലാ ബ്ലോക്കിലും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങളും ഇത് നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഈ പദ്ധതി നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.